ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം. ഈ വേനൽക്കാല അവധി തറവാട്ടിൽ ചിലവഴിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. തറവാട്ടിലേക്ക് ചെന്ന അന്ന് സായാഹ്നത്തിൽ ഞാൻ തൊടിയിലേക്കൊന്നിറങ്ങി. അവിടെ ഞാൻ കണ്ട കാഴ്ച വളരെ ശോചനീയമായിരുന്നു. ചില ചെടികൾ വാടി നിൽക്കുന്നു, ചിലത് ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നു. എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാൻ ഈ ചെടികൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരാഴ്ചയോളം ഈ പ്രവൃത്തി ഞാൻ തുടർന്നു. പിന്നീട് ഞാൻ കണ്ട കാഴ്ച എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചു. അത് എന്താണെന്നറിയോ? ഉണങ്ങി നിന്നിരുന്ന ചെടികൾക്ക് പുതിയ മുള പൊട്ടാൻ തുടങ്ങി. എനിക്ക് വളരെ സന്തോഷമായി. ഇത് ഒരു ചെറിയ സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും ഇതുപോലെയാണ്. ദാഹത്തോടെ അവർ ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ കാത്തു നിൽക്കുന്നു. നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന ചെറിയ സുകൃതങ്ങൾ, ചെറിയ പുണ്യപ്രവർത്തികൾ അവർക്കായി സമർപ്പിക്കുമ്പോൾ ഉണങ്ങി നിന്നിരുന്ന ചെടി ജലം സ്വീകരിച്ചതുപോലെ ഈ ആത്മാക്കളും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു. അതിലൂടെ അവരുടെ ശിക്ഷകളിൽ നിന്നും വിടുതൽ ലഭിച്ച് അവർ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ ചെയ്തതും ഇതുതന്നെയാണ്. തൻ്റെ ചെറിയ പുണ്യപ്രവർത്തികൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി സമർപ്പിച്ചു. എങ്ങനെ നമുക്കും വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ കൊച്ചു കൊച്ചു പുണ്യപ്രവർത്തികൾ ചെയ്ത് വിശുദ്ധരായി തീരാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.